തന്റെ ഇടം എന്തെന്നറിയോ? തന്റെ ഇടം നിങ്ങൾക്ക് കാണണോ? തന്റെ ഇടം നിങ്ങൾക്ക് കാണണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പക്കാരനായിരുന്നു. കഥയിലോട്ട് കടന്നു വരിക. ചെറുപ്പക്കാര് ശ്രദ്ധിച്ചു കേട്ടോ. ആരോഗ്യമെല്ലാം നശിച്ച് കിളവനായിട്ട് വീട്ടിൽ മൂത്ത് നരച്ചിരിക്കുമ്പോ അത് ചെയ്യാമെന്ന് വിചാരിച്ചാ നിന്നെ കൊണ്ട് പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പ്രിയങ്കരനായ കൂട്ടുകാര് ചെറുപ്പക്കാരന് വീഡിയോ പിടിക്കുന്നുണ്ട്. സഹോദരാ, യുവാക്കളാണ്. അവർക്ക് വേണമെങ്കിൽ ഈ പണിയെല്ലാം കളഞ്ഞിട്ട് വേറെ വല്ല പാർട്ടിക്കും പോവാ. ഞാൻ വരുന്ന വഴിക്ക് അവിടെ ഡാൻസ് നടക്കുന്നുണ്ട്, സ്റ്റാർ തൂക്കിയിട്ടുണ്ട്, ചെറുപ്പക്കാര് അർമാദിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളായ യുവാക്കൾ അവിടെയുണ്ട്. എന്നാ നിങ്ങൾക്കറിയോ, വർത്തമാന കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന SKSSFന്റെ ചുണക്കെട്ടന്മാരായ ചെറുപ്പക്കാരുണ്ട്. വികായുടെ വോളണ്ടിയർമാരായിട്ട് ആരോഗ്യം മുഴുവനും ദീനിന് വേണ്ടിയിട്ട് സമസ്തയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കേൾക്കണോ ചെറുപ്പക്കാര, അങ്ങനെയുള്ളവർ മോന്നിനക്കുണ്ടോ? നീ രക്ഷപ്പെട്ട് നിന്റെ മയ്യത്ത് വേറെ പാഴാവൂല. നിന്റെ മയ്യത്ത് കൊണ്ടുപോവാനാ ചെറുപ്പക്കാര് മതിയടാ പൊന്നു മോനെ. എന്നാ ഒരു വിലയും കഴിവുമില്ലാത്ത തന്റെ ആരോഗ്യം മുഴുവൻ ഹറാമിന് വേണ്ടിയിട്ട്, വ്യഭിചാരത്തിന് വേണ്ടിയിട്ട്, ആഘോഷത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ച് നശിപ്പിച്ച് കളയുന്ന യുവാക്കളുണ്ടല്ലോ, അവരെ കൊണ്ട് നാടിന് ഗുണമില്ല, നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഗുണമില്ല, നാട്ടിലെ ഉമ്മമാർക്ക് ഗുണമില്ല, ആ പരിശുദ്ധ ഇസ്ലാമിന് ഗുണമില്ല. നിങ്ങൾ കേട്ടോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായിരിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ വാപ്പ അടക്കമുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളും ബിംബാരാധകരാണ്. അവരെല്ലാം ബഹുദൈവാരാധകരാണ്. സുബ്ഹാനല്ലാഹ്. അവരെല്ലാം പെരുന്നാൾ ആഘോഷിക്കാൻ പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയാ, നേരെ ബിംബങ്ങളെടുത്ത് അങ്ങോട്ട് പോവുകയാ, കടന്നു ചെല്ലുകയാ. വർത്തമാന കാലഘട്ടത്തിലുള്ള ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന യുവാക്കളോട് ഞാൻ പറയാ, ഇത് കേട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വിഗ്രഹം തകർക്കാനല്ല. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. അങ്ങനെ ഒരു വിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നില്ല. അവർക്ക് അവരുടെ ദൈവമാണ്, നമുക്ക് നമ്മുടെ ദൈവമാണ്. ഏത് മതത്തിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അമ്പിയാക്കന്മാരെ കാര്യം പറയുമ്പോൾ, കഥ പറയുമ്പോ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ബഹുദൈവാരാധകരായ ആളുകളോടുള്ള വിശുദ്ധ ഇസ്ലാമിന്റെ അമ്പിയാക്കന്മാരുടെ കഥകൾ പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് ചോദിക്കുന്ന കഥ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? അവിടെയുള്ള കല്ലുകളും മുള്ളുകളും തച്ചുടച്ചിട്ട് അതിൽ ഏറ്റവും വലിയൊരു വിഗ്രഹത്തിന്റെ മുകളില് ഒരു കോടാലി കെട്ടിവെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് കടന്നു പോകുമ്പോ ആസറടക്കമുള്ള തന്റെ പിതൃവ്യനായ പിതാവിന് തുല്യമുള്ള പിതാവടക്കമുള്ള ആളുകളെല്ലാം ആഘോഷം കഴിഞ്ഞിട്ട് ആരാധിക്കാൻ കടന്നു വരുമ്പോ കല്ലുകളതാ തകർക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം തലകീഴായി മറഞ്ഞു കിടഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം, അവരെല്ലാം ചർച്ച ചെയ്യുന്നു, ആരാണിത് ചെയ്തത്? കാലോര് പറഞ്ഞു, സമിഅനാ ഫതാ, ഒരു യുവാവിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. അവർ പരസ്പരം പറയുകയാണ്, ഇബ്രാഹിം എന്നാണ് അവന്റെ പേര്. എല്ലാവരും കൂടി ഇബ്രാഹിമിന്റെ അടുക്കൽ വന്നു, ചോദിച്ചു കൊടുത്തു, മൻ ഫഅല ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം, മൻ ഫഅല ഹാദാ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, മൻ ഫഅല ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം. ആരാണ് നടത്തുന്നെന്ന് ചോദിച്ചപ്പോ, ആരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ, ഫസ്അലൂഹും ഇൻ കാനൂ യന്തിഖൂ, നിങ്ങൾ പോയി അവരോട് ചോദിക്കുക. ആരോഗ്യവാനായ ചെറുപ്പക്കാരനായ തന്റെ ഇടമുള്ള യുവാവായ ഇബ്രാഹിം പറയുന്നു, അവരോട് പോയി ചോദിക്കൂ, അവരോട് പോയി ചോദിക്കൂ. ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊ. നിനക്കറിയില്ലേ ഇബ്രാഹിമേ, അവർ സംസാരിക്കില്ല എന്നോ? അവർ സംസാരിക്കില്ല, അവർ മിണ്ടില്ല, അവർ കഴിക്കില്ല, ചോദിച്ചാലൊന്നും പറയില്ല എന്ന് പറഞ്ഞപ്പോ അവരോട് പറയുന്നു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്,
സംസാരിക്കാത്തതിനെ എന്തിനാ പിന്നെ ആരാധിക്കുന്നത്? മിണ്ടാത്തതിനെ എന്തിനാ പിന്നെ ആരാധിക്കുന്നത്? എല്ലാം മിണ്ടിയും പറഞ്ഞും എന്ത് ചോദിച്ചാലും തരുന്ന അല്ലാഹുവായ റബ്ബുണ്ടല്ലോ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഇത് പറഞ്ഞത് യുവാവാ, ആരോഗ്യമുള്ള യുവാവാ, പേര് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന. വലിയ പെരുന്നാൾ വരുമ്പോ നമ്മൾ പറയുമല്ലോ, ഇബ്രാഹിം നബിയുടെ കഥ പറയുമല്ലോ. അവസാനം കുന്തത്തിലേറ്റിയിട്ട് അഗ്നികുണ്ടാരത്തിലേക്ക് ഈത് വിടുമ്പോ അല്ലാഹ് പറഞ്ഞല്ലോ, ഖുൽ യാ നാറു കൂനി ബർദം വസലാമാ. അഗ്നികുണ്ടാരത്തിലേക്ക് എഴുതി വിട്ടപ്പോ ആ ചെറുപ്പക്കാരനെ അങ്ങോട്ട് സത്യാക്ക് പറഞ്ഞതിന്റെ പേരിൽ എഴുതി വിട്ടപ്പോ അല്ലാഹ് പറഞ്ഞു, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകാൻ അല്ലാഹു ഈമാൻ തരുമാറാവട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ ഈ ദീനിന് വേണ്ടി എന്ത് ചെയ്യുന്നു? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ യുവാക്കളായ സഹോദരങ്ങളെ, ഒരു യുവ സംഘടന എല്ലാ മഹലിന്റെ കീഴിലും ഉണ്ടാകും യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പ്. അങ്ങനെ ആ യുവാക്കളായ ആർജവമുള്ള യുവാക്കളായി മരിക്കുന്നതിന് മുമ്പ് എൻ്റെ യുവത്വകാലം എൻ്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയാനായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. എൻ്റെ അറിവിൽ നമ്മുടെ നാട്ടിൽ അങ്കടിമുഖർ ഈ പ്രദേശത്ത് ഒരുപാട് സഹോദരങ്ങൾ വിദേശത്താണ്. അവര് കഷ്ടപ്പെടുന്നതിന്റെ, അധ്വാനിക്കുന്നതിന്റെ ഫലം ഒരുപാട് നമ്മുടെ ഈ മഹലിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വരുമാന മാർഗം നല്ലവണ്ണമുണ്ട്. ഈ നാട്ടിൽ താമസിക്കുന്ന നിങ്ങൾ കൃഷി ചെയ്ത്, കൂലിപ്പണി ചെയ്ത്, അധ്വാനിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ ആരോഗ്യം വിയർപ്പാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രൂപ നിങ്ങൾക്ക് ഈ മഹലിന് നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് സുന്ദരമായിട്ട് പോകുന്നത്. അത്രയും സത്യവും സത്യസന്ധവുമായിട്ടൊരു മഹലിൽ പോകണമെങ്കിൽ എല്ലാവരുടെ പങ്കാളിത്തവും വേണം. അപ്പൊ നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ചെലവഴിക്കുന്നതിന്റെ ഒരു രൂപ ഈ പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കഴിവാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നതിന് മറുപടി പറയാം, പടച്ചോനെ എൻ്റെ ആരോഗ്യം നിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഒന്നിറക്കാമി പറ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. നല്ല ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ മടിക്കുന്ന, എന്ത് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത സമയത്ത് 5 വഖ്ത് നിസ്കാരം. എന്റെ പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ചെറുപ്പക്കാരനുണ്ട്. അവല് വക്തവൻ പള്ളിയിൽ വരും, നല്ല ആരോഗ്യവാൻ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കുറെ നേരം അവൻ പള്ളിയിരിക്കും, കുറെ നേരം ദിക്റും സ്വലാത്തും ചൊല്ലും. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും നല്ല ആരോഗ്യമുള്ള അവൻ കുറെ നേരം അവിടെ ഇരിക്കും. ഞാനൊരു ദിവസം അവനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ചെറുപ്പക്കാരാവണം നമ്മുടെ പള്ളി. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കാവൽ ഭടന്മാരാവണം നമ്മുടെ ആണുങ്ങൾ. പെണ്ണുങ്ങളെ വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാവൽ ഭടന്മാരായി നമ്മുടെ യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. സമാധാനത്തോടുകൂടി എല്ലാവർക്കും നാട്ടിൽ നടക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലെ യുവാക്കൾ കാരണം ഉണ്ടാകണം. നല്ല ദീനുള്ള, ചിട്ടയുള്ള, അടക്കമുള്ള, ന്യൂ ഇയർ ആകുമ്പോൾ ആഘോഷത്തിന്റെ തിമർപ്പിൽ പോവാത്ത, കള്ളു കുടിക്കാത്ത, കഞ്ചാവ് അടിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത, നല്ല മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന, സ്വന്തം പെങ്ങളെ കെട്ടിച്ചു വിടുന്ന, വാപ്പ ഒരു 50-60 വയസ്സാകുമ്പോൾ പുറത്തുപോയി ഇറങ്ങിയിട്ട് 10 കാശുണ്ടാക്കിയിട്ട് വീട്ടിന്റെ ചെലവ് നോക്കുന്ന, അള്ളാനെ പേടിയുള്ള, പണ്ഡിതന്മാരെ ഇഷ്ടമുള്ള നല്ല യുവാക്കളായിട്ട് നമ്മൾ മാറണം.